ഞാൻ പറയുന്നത് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിനെയും യുവജന സമൂഹത്തിനും ഇടയിൽ പിടിപെട്ടിട്ടുള്ള ഒരു ക്യാൻസറാണ് ലഹരി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ക്യാമ്പസുകളിൽ റാഗിങ്ങും ലഹരിയും അനിയന്ത്രിതമായ രൂപത്തിലേക്ക് പിടിപെട്ടിട്ടുണ്ട്. കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകളുടെ ഓർഗനൈസേഷൻ, വിദ്യാർത്ഥി സംഘടന എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ ഓർഗനൈസേഷൻ ആയതുകൊണ്ട് സ്വാഭാവികമായി എല്ലാ വിദ്യാർത്ഥി സംഘടനയുള്ളവർ പെട്ടേക്കാം, പെടാതിരുന്നേക്കാം. അത് ഏതെങ്കിലും ഒരു സംഘടനയിൽ പെട്ടു എന്നുകൊണ്ട് തള്ളിക്കളയാനോ ഞങ്ങളുടെ സംഘടന ഇതുവരെ പെടാത്തോണ്ട് ഇനി ഉണ്ടാവില്ല എന്ന് പറയാനോ ഒരു വിദ്യാർത്ഥികൾ സാധ്യമല്ല. പക്ഷേ ഉണ്ടായാൽ, ഐഡന്റിഫൈ ചെയ്താൽ അതിനെങ്ങനെ നമ്മൾ നേരിടണം, അത് വിദ്യാർത്ഥികൾ മാതൃകയാകണം. നിർഭാഗ്യവശാൽ ഈ നിലവിൽ ഇന്നുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളിൽ ആ മാതൃകാപരമായ ഒരു സമീപനം SFIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഞാൻ KSന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടു, നിങ്ങളുടെ ചാനലിന് അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് തന്നത് ഞാൻ കണ്ടു. അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞല്ലോ, ഏത് സംഘടനപ്പെട്ടവരായാലും അതിനെ ന്യായീകരിക്കാൻ ഞങ്ങൾ നിൽക്കുന്നില്ല. ഞാൻ ഇന്ന് വൈകുന്നേരം അദ്ദേഹവുമായി നേരിട്ട് ഫോണിൽ സംസാരിച്ചു. ഞങ്ങൾ ഇന്ന് എറണാകുളത്തുണ്ട്, ഞങ്ങൾ സ്റ്റേഷനിൽ പോയി സംസാരിച്ചു. നിലവിൽ പിടിക്കപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളെ സ്റ്റേഷനിലുള്ളൂ. ഇനി വേറെ ഏതെങ്കിലും സംഘടനാ ഭാരവാഹി ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് തെളിവ് സഹിതം പുറത്തു വരികയും അറസ്റ്റ് ചെയ്യപ്പെടുകയും നിയമ നടപടി സ്വീകരിക്കപ്പെടുകയും ചെയ്യേണ്ടതാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഏത് സംഘടനപ്പെട്ടവരായാലും നമ്മൾ വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരെയും സപ്ലൈ ചെയ്യുന്നവരെയും മാറിൽ പിടിച്ച് പോലീസിന്റെ കൈകളിലേക്ക് കൊണ്ടുകൊടുക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തവരല്ലേ? എന്നിട്ടല്ലേ ക്യാമ്പയിൻ ഇറങ്ങിയത്? നമ്മൾ എങ്ങനെയാണ് പോലീസ് കൊണ്ടുപോയ ആളെ സ്റ്റേഷനിൽ നിന്ന് ജാമ്യമെടുക്കാൻ SFIയുടെ ജില്ലാ നേതാവും ഏരിയ നേതാവും എങ്ങനെയാ പോവുക? അതിനെങ്ങനെ അരുൺകുമാർ നിങ്ങൾ ന്യായീകരിക്കുക? ഇപ്പൊ അത് KSU ആണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനയാണ് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളോ ഞാനോ അല്ലല്ലോ പറയേണ്ടത്. അന്വേഷിക്കട്ടെ പോലീസ്. ഈ വിദ്യാർത്ഥികൾ, പിടിക്കപ്പെട്ട വിദ്യാർത്ഥി പോലും ആദ്യം പറഞ്ഞ എന്താ? ഞാൻ നിരപരാധിയാണ്, എന്നെ പോലീസ് വെറുതെ പെടുത്തിയതാണെന്നാണ്. അങ്ങനെയാണോ പിണറായി വിജയന്റെ പോലീസ് അങ്ങനെ നിരപരാധികളെ പെടുത്തിയതാണോ? എങ്കിൽ അന്വേഷണം ആ വഴിക്ക് നടക്കട്ടെ. പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ കൊടുക്കാതിരിക്കുക എന്നത് തെരുവിലായാലും ക്യാമ്പസുകളിലായാലും വിദ്യാർത്ഥി സംഘടനകളും രാഷ്ട്രീയ സംഘടനകളും എടുക്കേണ്ട സ്റ്റാൻഡാണ്. അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ഇല്ല എന്ന് വിദ്യാർത്ഥികൾക്ക് ബോധ്യപ്പെടണം. എന്റെ വിദ്യാർത്ഥി, ഞാൻ MSFന്റെ പ്രസിഡന്റാണ്, എന്റെ വിദ്യാർത്ഥി സംഘടന അനുയായികളോടും മറ്റു വിദ്യാർത്ഥി അനുയായികളോടും അത് ബോധ്യപ്പെടണം. ഞങ്ങൾ ആരും ഈ ഒരു കേസിൽ, റാഗിംഗ് കേസിലാകട്ടെ ലഹരി കേസിലാവട്ടെ, നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞങ്ങൾ ഉണ്ടാവില്ല. ഒരു പ്രഖ്യാപനം നടത്തണം. പകരം SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഒരു ഭാഗത്ത് പ്രഖ്യാപിക്കുമ്പോൾ ഏരിയ കമ്മിറ്റിയുടെ വക്കീൽ ഉൾപ്പെടെ അവിടെ പോയിട്ട് ജാമ്യം എടുത്ത് ഏരിയ കമ്മിറ്റി അംഗങ്ങളുടെ ജാമ്യത്തിൽ അവർ പുറത്തേക്ക് കൊണ്ടുവരാൻ